Hi dear, welcome to Positive Vibes. Today's topic is physical intimacy in twin flames. ഇതൊരു ലവ് കണക്ഷൻ ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലവ് കണക്ഷനിൽ സ്വാഭാവികമായും ഫിസിക്കൽ ഇൻറ്റിമസിയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിലും അല്ലാതെ സാധാ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫിസിക്കൽ ഇൻറ്റിമസിയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊറാലിറ്റീസിന് യോജിച്ച ഒരു പ്രവൃത്തിയാണോ? ഓക്കെ, ഇത് ഒരു ലവ് കണക്ഷൻ പ്ലസ് സ്പിരിച്വാലിറ്റിയാണ് ട്വിൻ ഫ്ലെയിം. ഓക്കെ, ട്വിൻ ഫ്ലെയിം ഈസ് ഈക്വൽ ടു ലവ് കണക്ഷൻ പ്ലസ് സ്പിരിച്വാലിറ്റി. നമ്മളത് ലവ് കണക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പിരിച്വാലിറ്റിയിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന്, ഇത് നിങ്ങൾക്കുള്ളൊരു ടെസ്റ്റാണ്. ഡിവൈൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കർമ്മ ബാഗേജസ് ഉണ്ടാകും. ഇതെങ്ങനെയാണ് കർമ്മ ബാഗേജസ് ഉണ്ടാകുന്നത്? നിങ്ങളിങ്ങനെ ഒരു ഇൻറ്റിമസി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സ്വാഭാവികമായും DFന് ഉള്ളിൽ കുറ്റബോധമുണ്ടാകും. അതുപോലെ തന്നെ DM-ന് അതിനേക്കാൾ ഉണ്ടാകും. ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു DM-ലാണ് കൂടുതലും ഇതിനുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. ഫിസിക്കൽ വേൾഡിൽ അയാൾ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ചിന്ത വരും. അതുപോലെ തന്നെ അവിടെ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു അവേക്കനിങ്സ് നടക്കും. നിങ്ങൾ രണ്ടുപേരും ഡിവൈൻ ബീയിങ്സും ഡിവൈൻ കപ്പിൾസും ആയതുകൊണ്ട് അവിടെ ഒരു ഫോഴ്സ്ഫുൾ അവേക്കനിങ് DM-ന് സംഭവിക്കും. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ രക്ഷകർത്താവാണ് എന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളെ LKG UKG 1 to 10 സ്റ്റാൻഡേർഡ് ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ നേരെ എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വാക്കിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല ഈ നാട്ടിൽ ആർക്കും. ഞാൻ നിങ്ങളെ നേരെ കൊണ്ടുപോയി +2-ന് ചേർക്കുവാണ്. +1-ന് അഡ്മിഷൻ എടുത്തു ചേർത്തു. നിങ്ങൾക്കൊരു അക്ഷരം അറിയത്തില്ല, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, ഈ 10th വരെയുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല. നിങ്ങളെ നേരെ കൊണ്ടുവന്ന് +1 അഡ്മിഷൻ എടുത്താക്കി. നിങ്ങളുടെ ഏജോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് +1-ൽ പഠിപ്പിക്കണം, ഞാൻ ആക്കി. എങ്ങനെയായിരിക്കും ആ കുഞ്ഞിൻ്റെ അവസ്ഥ? ഓക്കെ, ഒരു സ്പിരിച്വൽ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ആദ്യം സ്പിരിച്വാലിറ്റിയിലേക്ക് വരണം. അതൊരു വലിയ യാത്രയാണ്. അവിടെ നിന്ന് അവേക്കനിങ് ഉണ്ടാകണം. അത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് എത്തേണ്ട ആളാണ്. ആ ആളെ ഞാൻ കൊണ്ടുപോയി പെട്ടെന്ന് +1-ലേക്ക് ആക്കിയിരിക്കുവാണ്. ഒരു അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ കൊണ്ട് ഞാൻ +1-ൽ ഇരുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് DM-ന് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളെയാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തി, ഒന്നും അറിയില്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പരിതസ്ഥിതിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി. എന്താണ് അയാൾക്ക് അറിയില്ലാത്ത, ഒരു ജ്ഞാനം ഇല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് അയാൾ ചെന്ന് പെട്ടിരിക്കുന്നത്. അയാൾ അവിടെ എന്ത് ചെയ്യും? മറ്റുള്ള കുട്ടികൾക്കൊപ്പം അയാൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കൊപ്പം അയാൾക്ക് നിൽക്കാൻ സാധിക്കുമോ? അവരുടെ സാഹചര്യത്തിൽ അയാൾക്ക് പിടിച്ച് നിൽക്കാൻ സാധിക്കുമോ? ഇല്ല. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ അമ്മയും വേണ്ട, പഠിത്തവും വേണ്ട എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതും DM വിചാരിക്കുകയാണ്, ഈ ഒരു വ്യക്തിയാണ്, DF ആണ് എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്, ഈ ഒരു റിലേഷനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്, എനിക്കിനി ഇതൊന്നും വേണ്ട, അയ്യോ എനിക്ക് ഇതും ഈ ഒരു കണക്ഷനും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഈ ഒരു വ്യക്തിയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓടി രക്ഷപ്പെടും അവിടെ നിന്ന്. അയാൾക്ക് അത്തരത്തിലുള്ളൊരു ഫീലിംഗാണ് അവിടെ ഉണ്ടാകുന്നത്. അയാളുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ചെന്നുപെടും. ഒരു സ്ലോ പ്രോസസ്സ് നടക്കേണ്ടിടത്ത് ഒരു സഡൻ ആക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. അയാളുടെ ശരീരത്തിന് അത് താങ്ങാൻ കഴിയില്ല, അയാളുടെ മനസ്സിന് താങ്ങാൻ കഴിയില്ല, ആത്മാവിനും അത് താങ്ങാൻ കഴിയുകയില്ല. അതിലൂടെ അയാളിങ്ങനെ ഓടുകയും ചെയ്യും.
അപ്പോൾ DF കരുതും ഇയാൾ എന്നെ മിസ്യൂസ് ചെയ്തു, അതിനുശേഷം അയാൾ ഓടി രക്ഷപ്പെട്ടു. DFനുണ്ടാകുന്ന ഗിൽറ്റ് ഫീലിങ്ങോ അതിനേക്കാളും ഭയാനകമാണ്. എന്നാലും DF അതിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കത്തില്ല. DF ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള ആളായതുകൊണ്ട് അവിടെ DFനൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ടാകും. ഭയങ്കരമായ കുറ്റബോധവും പെയിനും സോൾ പെയിനും മനസ്സിൻ്റെ വേദനയും ഒക്കെയും DF കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് കരകയറി പിന്നെ ഈ ജേണിയിലേക്കൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കർമ്മ. നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കർമ്മയാണ് നിങ്ങളുടെ ഗിൽറ്റ് ഫീലിംഗ്, നിങ്ങളുടെ മാനസിക വ്യത, സോളിൻ്റെ ആ പെടച്ചിൽ, ആ കൗണ്ടർ പാർട്ട് ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെടച്ചിൽ, അതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു കർമ്മയാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാനൊരു കാരണം, ഇത് സ്വാഭാവികമായ ഒരു ഫസ്റ്റ് ടൈമിൽ ഒരു ഒറ്റ പ്രാവശ്യം ഉണ്ടായൊരു കാര്യമാണെങ്കിൽ സ്വാഭാവികമാണ്. അത് രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമല്ല, അതറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ DFൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഇനി അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ അവിടെ നിന്ന് മാറി നിൽക്കാൻ DFന് സാധിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും വലിയൊരു കർമ്മയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ടൈമാണ് അങ്ങനെ സംഭവിച്ചു പോയി, പിന്നെ അതിൽ നിന്ന് നിങ്ങൾ കരകയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കർമ്മ കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ കർമ്മ ബാഗേജസ് നിങ്ങളിവിടെ കൂട്ടി കൊണ്ടുവരും. അതുമാത്രമല്ല, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർ ഇതിന് ശേഷം അവരുടെ സ്വന്തം ഫാമിലിയിലേക്ക് വരുമ്പോൾ അവിടെ ഭർത്താവിനെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവിടെ അവരനുഭവിക്കുന്ന പെയിൻ, അവരുടെ കുറ്റബോധത്തിൻ്റെ പെയിൻ കുറേ കൂടി കൂടുതലാണ്. മാരീഡ് അല്ലാത്ത വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ്. അവർക്ക് അയ്യോ ഇയാൾ ഓടിയും കൂടി പോയി കഴിയുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രത്തോളം വലിയൊരു കർമ്മ നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതേസമയം ഇതിലേക്കെന്നും പെടാതെ നിങ്ങളുടെ ഒരു വ്യക്തിത്വം വിട്ടു പോകാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ദൈവഭാഗ്യത്താൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്കൊരു കർമ്മ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളിത് ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ച് അത് തിരുത്തി മുന്നോട്ട് പോവുക. ഡിവൈൻ എപ്പോഴും ഓരോരുത്തരും, നമ്മളിപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആയിക്കോട്ടെ, മറ്റ് സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്ന വ്യക്തികളായിക്കോട്ടെ, ആരായാലും ഡിവൈന് സ്വന്തം മക്കൾ തന്നെയാണ്. ഡിവൈൻ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ഡിവൈൻ ക്ഷമിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് നിങ്ങളുടെ ജേണി വളരെ പ്യുവറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് ഒരു ഡിവൈൻ ജേണിയാണ്. ഒരു ലവ് കണക്ഷൻ അവിടെ തന്നിരിക്കുന്നത് നമ്മൾ കപ്പിൾസ് ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ കൃത്യമായി ചെയ്യാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ട്രോഫി പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടെങ്കിലും പരിശ്രമിക്കും, ഓക്കെ എന്നുള്ള ഒരു കണ്ടൻറ്റാണ് അവിടെ വരുന്നത്. അതാണ് ഇവിടുത്തെ ക്യാൻവാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല ഒരു ആത്മീയ ജേണി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ലവ് കണക്ഷൻ ആയതുകൊണ്ട് അതിനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ട്വിൻ ഫ്ലെയിം എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾ നമ്മളെ കണക്കാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഒരു ആത്മീയ യാത്രയിലൂടെ പോകുന്നൊരു വ്യക്തി കണക്കാക്കും, ഇത് മറ്റൊരു അഫെയറിനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇവർ കൊണ്ട് നടക്കുന്നത് എന്ന് മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലും ഒരുപാട് ദുഷിച്ച പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളതും അല്ലാതെയും ഒരുപാട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ എന്ത് പറയും? ഈ സമൂഹം ശരിയല്ല എന്ന് പറയും. എന്ന് കരുതി ആ സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. അതുപോലെ തന്നെയാണ് ട്വിൻ ഫ്ലെയിംസ്. വളരെ മാന്യമായി ഡിവൈൻലി ഈ ജേണിയെ കൊണ്ടുപോകുന്നവരുമുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നവരുമുണ്ട്. അറിയാതെ ചെയ്യുന്നവർക്ക് തിരുത്താം, അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്തു പോയി ഇനി എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു ജേണിയുടെ മറവിൽ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ ഡിയർ,
അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജേണിയുടെ ഏതൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും ഈ ഒരു വീഡിയോ റെലവൻ്റ് ആണ്. തുടക്കക്കാർക്കും ഏതൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും റെലവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ജേണിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ വാട്സപ്പ് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അയ്യോ, അതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. കുറേയധികം പേഴ്സണൽ ജേണി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ഞാൻ അവർക്കത് വീഡിയോ ചെയ്യണം പോലും അങ്ങനെയൊന്നും സാധിക്കില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ റെലവൻ്റ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതൊരു ഞാൻ ഉത്തരം പറയാൻ മടിച്ചു നിന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 2 മാസം മുന്നേ വരെ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഒരു ടോപ്പിക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇത് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ചെയ്തു. ഓക്കെ. അതുപോലെ മറ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇതൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉള്ളൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ ഈ ഇതൊരു കമൻ്റായിട്ട് വന്നൊരു ചോദ്യമാണ്, ഞാൻ ഡിലീറ്റ് ആക്കിയിരുന്നു. അതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാനത് ഡിലീറ്റ് ആക്കും. നിങ്ങൾക്കിതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാനിത് വീഡിയോ ചെയ്യും. അതല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിലേക്ക് എല്ലാവരും വന്നിട്ട് സ്വന്തം പേഴ്സണൽ ജേണി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വീഡിയോ ചെയ്യണമെന്ന്, അത് സാധ്യമല്ല. അതൊക്കെ പെയ്ഡ് സെഷൻസാണ്. ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ജേണിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്നൊരു കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞു തരും. അതൊരു പെയ്ഡ് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെയ്ഡ് സെഷൻ എടുക്കാനായിട്ട് നിങ്ങളോട് പറയും. ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ജേണി കറക്റ്റായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ ഹീലിംഗ് എവിടം വരെ എത്തിയെന്ന് അറിയണം, നിങ്ങളുടെ ചക്രാസ് ഒന്ന് സ്കാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചക്രാസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ പെയ്ഡ് സെഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്നെക്കൊണ്ടാകുന്ന സഹായങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ സഹായങ്ങളല്ല, സേവനങ്ങൾ. ഓക്കെ. അതല്ല, കൂടുതലും ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്താലും ഒരു 90% ഡിവൈൻ്റെ ബ്ലെസ്സിങ്സാണ് അതിലുള്ളത്. ബാക്കിയൊരു 10% പോലും വരത്തില്ല എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത്തരത്തിൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതിൽ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാറ്റിനും ഡിവൈനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ഡിവൈൻ. ഓൾസോ താങ്ക് യു ഡിയർ ഫോർ ഹിയറിംഗ് മീ. താങ്ക് യു സോ മച്ച്.